ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് വന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. പക്ഷേ ആദ്യം ഇവിടെ ഇല്ല. ആദ്യം കൂടി വന്നു കഴിഞ്ഞാൽ ഞാനത് ഷെയർ ചെയ്യാം. ആദ്യം ഇപ്പോൾ എത്തും, ആളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കൊച്ചിയിൽ നിന്ന് പോവുകയാണ്. പക്ഷേ ഞാൻ വിചാരിച്ചില്ല ഗൈസ്, ഞാൻ ഇത്ര പെട്ടെന്ന് കൊച്ചിയിൽ നിന്ന് പോകേണ്ടി വരുമെന്ന്. ഇവിടെ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, എന്ത് ചെയ്യും, എന്താക്കും എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഒട്ടും വിചാരിക്കാത്ത സമയത്ത് ഞാൻ കൊച്ചിയിൽ നിന്ന് പോവാണ്. എനിക്കിപ്പോൾ പോയേ പറ്റും, അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. അതുകൊണ്ട് ആദ്യം ഒന്ന് എന്തായി എന്തായി ആക്ച്വലി മൂവിയൊന്നും അല്ല, ഒരു വെബ് സീരീസിന്റെ ഓഡിഷൻ ആയിരുന്നു. അപ്പോ 4 ചാപ്റ്റേഴ്സ് ഉള്ളൊരു വെബ് സീരീസ്, അതിലൊരു ചാപ്റ്റർ കിട്ടി. ഓ കൺഗ്രാറ്റുലേഷൻസ് ഗൈസ്, ഫൈനലി അങ്ങനെ ആദ്യത്തെ റോള് കിട്ടി. ഭയങ്കര ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ക്രൗഡായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടീംസിന്റെ. അപ്പൊ പറഞ്ഞത് കറക്റ്റ് ആട്ടോ ഗൈസ്. എനിക്കൊരു കോൺഫിഡൻസിന്റെ ഒരു സംഭവം, അത് അറിയില്ല, എനിക്ക് ഭയങ്കര സീൻ ഉണ്ടായിരുന്നു. ഞാൻ ടെൻഷൻ അടിച്ച് അങ്ങനെ നിന്ന് എല്ലാം സെറ്റാക്കി എടുത്തു. അതുകൊണ്ട് കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി. ഫൈനലി കൊറേ നടന്നിട്ട് അവസാനം കിട്ടി. പക്ഷേ നീ പറഞ്ഞത് ടൈം ഉണ്ടല്ലോ ഗൈസ്, അത് കറക്റ്റ് ആണ് കേട്ടോ. അത് ഭയങ്കര കറക്റ്റ് ആണ്. അതായത് വെച്ചാ എല്ലാവർക്കും ഒരു ടൈം ഉണ്ടെന്ന് പറഞ്ഞ കാര്യം, അത് എനിക്ക് നിന്നൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ചാ, ഞാൻ കൊച്ചിയിൽ നിന്ന് പോവാണ്. നീ വിശ്വസിക്കൂല, എന്നെ എൻ്റെ എക്സ് വിളിച്ചു. ആള് ഒരുപാട് സോറി ഒക്കെ പറഞ്ഞു. കുറേ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് തീർത്തു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ ആള് വിളിച്ചപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ആളെ കണ്ടാൽ മതി. ഞാൻ ഓർത്തു ഇപ്പോൾ വേഗം പോവാന്ന് വിചാരിച്ചു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല, ആള് വിളിച്ചു. അപ്പൊ അതാണ്, ടൈം എന്ന് പറയുന്ന കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഗൈസ്. എല്ലാവർക്കും ഒരു ടൈം ഉണ്ട്, ടൈം കൊടുത്താൽ മതി, കുറച്ച് കാര്യങ്ങൾക്ക് എല്ലാം സെറ്റ് ആവും. ജോലിയുടെ ജോലി സീനില്ല. എനിക്ക് 2 വീക്ക് കൂടി ഉണ്ട് ഇവിടെ. പക്ഷെ ഞാൻ ചോദിച്ച് കുറച്ച് കഷ്ടപ്പെട്ട് അത് വർക്ക് ഫ്രം ഹോം ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് സീൻ ഉണ്ടാവില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ബാംഗ്ലൂരിൽ എത്തിയാൽ മതി. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഞാൻ ഇത്ര പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നു. പക്ഷെ പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ പോയില്ലെങ്കിൽ ശരിയാവില്ല. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ ഗൈസ്. ഇന്ന് എനിക്കും ആദ്യം ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാം. ഓക്കെ, ബൈ.